ഷേ തല്ലുന്നൊക്കെ ഇവരാദ്യം തല്ലേണ്ടത് ആരെയെന്ന് അറിയൂ? നമ്മുടെ അശോക ചക്രവർത്തിനെ പോയിട്ട് തല്ലണം. കാരണം ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സകലമാന വൃത്തികേടുകളും തെണ്ടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് കുറ്റബോധം സഹിക്കാൻ പറ്റാതെ ബുദ്ധമതം സ്വീകരിച്ച് പോയിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. രണ്ടാമത് തല്ലേണ്ട ആരെയെന്ന് അറിയൂ? നമ്മുടെ രാജ്യത്തിന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറെ പോയിട്ട് തല്ലണം. വേണ്ടേ? ഹിന്ദു മതത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ബുദ്ധമതം സ്വീകരിച്ചു പോയത്, അല്ലേ? ഈ മതം മാറ്റം അല്ലെങ്കിൽ മറ്റു മതങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. എത്രയോ കൊല്ലങ്ങളായിട്ടും കാലങ്ങളായിട്ടും നടക്കുന്ന കാര്യം. എന്തുകൊണ്ടാണെന്ന് അറിയൂ? സാമൂഹികപരമായിട്ട്, വിശ്വാസപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് ഒരു ചുറ്റുപാടിൽ ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴല്ലേ മനുഷ്യന്മാർ ഇത്തരം മതങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളോ പോയി തേടി ഇവർ പോകുന്നത്, അല്ലേ? ഇത് മനസ്സിലാക്കാതെ കുറേ പേര്, ഒരു വിഭാഗം ആളുകൾ ജയ് ശ്രീരാം എന്ന് വിളിച്ചിട്ട് മുഴുവൻ ആഘോഷങ്ങളും അക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ഇവരൊക്കെ ആട്ടും തൂപ്പും കൊണ്ടിട്ട് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ കിടന്നോളണമെന്ന്. അതല്ലാതെ ഇവരെന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത്? ഹിന്ദു മതത്തിൽ നിന്ന് ആരെങ്കിലും മതം മാറ്റം വന്ന് തല്ലുന്ന പറയണത് ആ നാട്ടിലെ പോലീസുകാർക്ക് കഴിവില്ലാണ്ടായി പോയി, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന് കഴിവില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ വിറ്റുണനൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടിരുന്ന സമയം കഴിഞ്ഞു. അതുപോലത്തെ കലാപാഹ്വാനമല്ല നടത്തിയിട്ടുള്ളത് ഇവരൊക്കെ. മതമാറ്റം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ട് എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ അത് ചോദ്യം ചെയ്യാൻ ഈ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉള്ളിൽ നിന്നിട്ട് ആർക്കാണ് അവകാശമുള്ളത്? അധികാരമുള്ള ആർക്കാണുള്ളത്? ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, അല്ലാതെ ഇവരാണോ? ഇത് എവിടേക്കാണ് ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവർ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് നമ്മുടെ നിയമവ്യവസ്ഥനെ ഇവർ കൊണ്ടുപോകുന്നത്? ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ജയ് ശ്രീരാം വിളിച്ച് ആക്രോശിച്ച് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ട് കേട്ടോളണം. അല്ല, ഒരു കാര്യം ചെയ്തോട്ടെ, ഇവർ ഹിന്ദുമതം കൊണ്ടിട്ട് വേറൊരു വിഭാഗം ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് അത് ഹിന്ദുമതം ആക്കിക്കോട്ടെ. കാരണം ഇപ്പോൾ CK ജാന് പോലുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അവർക്ക് ആദിവാസി മതമാണെന്ന് വേണ്ടതാണ്. അതുപോലെ ഓരോരോ വിശ്വാസങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അവരാ മതം സ്വീകരിച്ചോട്ടെ. ശിവമതം, വിഷ്ണുമതം, അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യൻ മതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളിലൊക്കെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള രീതിയിലേക്ക് മാറി ജീവിക്കാൻ നല്ലത്. ഇവരെയൊന്നും സഹിക്കാൻ പറ്റില്ലെന്നേ. അതുപോലുള്ള വൃത്തികേട് മുഴുവൻ കാണിച്ചു കൂട്ടിയിട്ട് ഇവരെ എങ്ങനെ സഹിക്കാനാണ്? ഏത് കാലഘട്ടത്തിൽ മുതൽ ഈ ഹിന്ദു മതത്തിൻ്റെ ഉള്ള ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസമല്ലേ 60,000 രൂപ ഒരു ദളിത് ബാലൻ ഒരു ക്ഷേത്രമതിൽ തൊട്ടു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ആ കുട്ടിക്ക് ഫൈൻ ഈടാക്കിയത്. അവസാനം എന്തുണ്ടായത്? കുറച്ച് ആസാദ് ടീമിൻ്റെ ആളുകളെല്ലാവരും കൂടി പോയിട്ട് അവിടെ പോയിട്ട് കൊടി നാട്ടി. ഇങ്ങനൊരു സാഹചര്യം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ മതം അത്രയും വൃത്തികെട്ടൊരു മതമായിട്ട് മാറിക്കൊണ്ടിരിക്കുക.